എല്ലാവർക്കും SS വിനാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെ കുളിച്ച് അമ്പലത്തിൽ പോയി. അരകുന്ന് ശിവക്ഷേത്രം. അവിടെ ശ്രീകൃഷ്ണനും ശിവനുമാണ് പ്രതിഷ്ഠ. രണ്ട് അമ്പലമാണ്, ഒരു വളപ്പിൻ്റെ ഉള്ളിലാണ്. അവിടേക്ക് അകത്തൊക്കെ പോയി തൊഴുത് പ്രദക്ഷിണമൊക്കെ വെച്ച് പ്രസാദമൊക്കെ വാങ്ങി അങ്ങനെ പുറത്തിറങ്ങി അരയാലിനെയൊക്കെ ചുറ്റും പ്രദക്ഷിണം ചെയ്ത് ഒരു 7 പ്രദക്ഷിണമൊക്കെ ചെയ്തത് നല്ലതാണെന്നൊക്കെ ഐതിഹ്യം. പിന്നെ അവിടെ അങ്ങനെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ച് വരുന്ന വഴി, ഇത് ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. അതിനുശേഷം പിന്നെ AUP സ്കൂൾ, 8, 9, 10 ഹൈസ്കൂളിലാണ് പഠിച്ചത്. അത് തൊട്ടപ്പുറത്ത് തന്നെയാണ്. പിന്നെ ചെറുകോട്ടൂർ ഭഗവതി ക്ഷേത്രം, അതിന് മുൻവശത്തെ ഈ അരയാലെന്താ മുറിച്ച് വെച്ചിരിക്കണമെന്ന് ഇങ്ങനെ നോക്കി ഗണപതിയൊക്കെ തൊഴുതിങ്ങനെ നടക്കുക, വീട്ടിലേക്ക് നടക്കുക. മോനും അത് മുന്നിൽ നടന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അച്ഛനും അമ്മയും ഞാനും മോനും എല്ലാവരും അമ്മമ്മയൊന്ന് കാണാം. പാലക്കാട് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ലുലു മാളിൻ്റെ മുൻവശത്തൂടെയാണ് പോയത്. ലുലു മാളിലെത്തിയപ്പോൾ വാച്ച്മാനെ നമ്മളകത്തേക്ക് കയറുകയാണെന്ന് വിചാരിച്ചങ്ങനെ പാർക്കിങ്ങിനുള്ള സൗകര്യത്തിന് വേണ്ടി വിളിക്കുകയായിരുന്നു. നമ്മൾ പിന്നെ കയറിയില്ല. അങ്ങനെ പിന്നെ കയറിയ പിന്നെ ലേറ്റാവും, ഷൊർണൂരെത്താൻ ലേറ്റാവും എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ഇവിടെ കയറിയില്ല. അമ്മമ്മയെ കാണാനായിട്ട് പോയി. പിന്നെ അമ്മമ്മയൊക്കെ കാണാൻ, ഇത് പാലന ഹോസ്പിറ്റലാണ് കേട്ടോ. അവിടെ നിറയെ മരങ്ങൾ, പല വിധത്തിലുള്ള മരങ്ങളും മെഡിസിനൽ പ്ലാന്റ്സും അല്ലാത്ത പ്ലാന്റ്സ്, ഡെക്കറേറ്റീവ് പ്ലാന്റ്സ്, എല്ലാ മരങ്ങളും പ്ലാന്റ്സും എല്ലാം അവർ നന്നായി മെയിൻറ്റെയിനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മരങ്ങൾ മാത്രമല്ല, സൂ പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് പാലക്കാട് മെഡിക്കൽ കോളേജ്. അമ്മമ്മയൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ മെഡിക്കൽ കോളേജിൽ ഫ്രണ്ടിൽ കൂടെ, പിന്നെ അവിടെ നിന്ന് ബസ്സിലാണ് പോയത്. അമ്മയും അച്ഛനും തിരിച്ചു പോയി. ഇത് മോളിലവിടെ ചെറുതുരുത്തി PNN മെഡിക്കൽ കോളേജിൽ, ആയുർവേദ മെഡിക്കൽ കോളേജിലെത്തി. ഇത് കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രമാണ്. അത് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പുറകുവശമാണ്. അവിടെയാണ് നിള നദിയുള്ളത്. നിള നദി, ഭാരതപ്പുഴ. അവിടെ നിന്ന് നന്നായിട്ട് അവർ ചെറിയൊരു മിനി ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്, വിഷുവൊക്കെ വരെയല്ലേ എന്ന് വിചാരിച്ച്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പുഴയൊക്കെ ഒന്ന് കാണാം. വെറുതെ നട്ടുച്ച നേരം 2-2:30 കാണും. നല്ല വെയിലാണ്, പുറത്തൊക്കെ ഭയങ്കര ചൂടാണ്. പക്ഷേ ഈ വശത്ത് നല്ല തണുത്ത കാറ്റ്, നല്ല രസമുള്ള ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ തോന്നുന്നൊരു അറ്റ്മോസ്ഫിയർ. അവിടെ നിന്ന് കാണാൻ തന്നെ, പുഴയൊക്കെ കാണാൻ എന്താ ഒരു ഭംഗി. അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നോക്കി. ആ കാണുന്നതാണ് ഷൊർണൂർ തൃശ്ശൂർ പാലം, ബസ് റൂട്ടാണത്. പിന്നെ അതിൻ്റെ വലതുവശത്താണ് റെയിൽവേ പാളം, ഷൊർണൂർ തൃശ്ശൂർ റെയിൽവേ പാളമുള്ളത്. ആ അറ്റത്ത് കാണുന്നതാണ്. പിന്നെ അവിടുത്തെ ഡെക്കറേറ്റീവ് മരങ്ങൾ നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ വന്ന് ഈ ഒരു ഈവനിങ് ഒക്കെ വന്നിരുന്ന നല്ല രസമാണ്. അവിടെ കാറ്റൊക്കെ കൊണ്ടിട്ട് നല്ല പുഴയുടെ തണുത്ത കാറ്റൊക്കെ കൊണ്ടിരിക്കാനൊക്കെ നല്ല ഒരു വൈബാണ്. പിന്നെ ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ പാലം, റെയിൽവേ പാലം. ഒരു ട്രെയിനൊക്കെ പതുക്കെ പോകുന്നുണ്ട്. ഈ കാണുന്നതാണ് ഒരു നിള ബോട്ട് ക്ലബ്ബ് പറയും. ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. നിള ബോട്ട് ക്ലബ്ബ്. അതിനകത്ത് ഇതാ ബോട്ടൊക്കെ വെയിറ്റ് ചെയ്യുക. 4 മണിക്ക് ശേഷമേ ബോട്ടിംഗ് ഉള്ളൂ. നമ്മൾ 2:30 അപ്പോൾ നമുക്കൊന്നും അലോഡല്ല. പിന്നെ ഇതൊരു ചെറിയൊരു താമരക്കുളം, വലിയ വലിയ ഇലയും വലിയ പൂക്കളൊക്കെയാണ്. ഇതുവരെ ഇത്രയും വലിയ പൂക്കളും ഇലകളൊന്നും കണ്ടിട്ടില്ല താമരക്കുളത്തിന്. കുറേ മുട്ടും വിത്തും എല്ലാം ഉണ്ട്. പുഴയിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് അവർ അടിച്ച് കയറ്റിയിരിക്കുകയാണ്. പിന്നെ അവർ ആ ബോട്ട് ക്ലബിനകത്ത് ഡെക്കറേറ്റീവ് പ്ലാന്റ്സും കുറച്ചങ്ങനെ വഴിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കഥകളുടെ ഒരു രൂപമുണ്ട്. നിള ബോട്ട് ക്ലബ്ബ് എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ നിറയെ കവുങ്ങും തെങ്ങും ഇടകലർന്നിട്ട് നല്ലൊരു രസമാണ് കാണാൻ.
ബോട്ടൊക്കെ വെയിറ്റ് ചെയ്യണം ആൾക്കാരെ. ഈവനിങ് 4 മണിയാവണമല്ലോ. എന്താ രസം പുഴ കാണാൻ തന്നെ. തെളിഞ്ഞ വെള്ളം, തണുത്ത കാറ്റും. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ അതിനകത്ത് തന്നെ കുറേ നേരം ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ ഇരുന്നിട്ട്. പുഴയുടെ കൂടി കുറേ നല്ല അനുഭവമായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ചുറ്റും കറങ്ങി മോനും കുറേയൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത്. അതിനകത്ത് പിന്നെ ബോട്ട് ക്ലബ്ബ്, മറ്റേ ഇതിൻ്റെ ബോട്ട് ഹൗസ്, ട്രീ ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. കുട്ടികൾക്കും വേണമല്ലോ പാർക്കിംഗ് ഏരിയയിൽ കുട്ടികൾക്കുള്ള ഗെയിം പാർക്ക്. പിന്നെന്താണ് അവിടെ ആ ഭാഗത്തേക്ക് എന്തോ വർക്ക് നടക്കുന്നുണ്ട്. നോ എൻട്രി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ് ബോട്ട് ക്ലബിനൊക്കെയുള്ളത്. നിള ഹട്ട്. ഈവനിങ് ഒരു 4 മണി 4:30 ശേഷം ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഒരുപാട് പേര് ടൈം സ്പെൻഡ് ചെയ്യാൻ ഈവനിങ് ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരും. ഇവിടെ ഫുഡ്, നോർത്ത് ഇന്ത്യൻ ഫുഡ്, സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്നാക്സൊക്കെ ഉണ്ട്. ഇതാണ് നിള ക്യാമ്പസ്. വള്ളത്തോൾ കലാമണ്ഡലം അവിടെ ഉണ്ട്. അത് തൊട്ടപ്പുറത്താണ്. അത് അവരുടെ ക്യാമ്പസാണ് ഇത്. ഇതിൽ വന്നിട്ട് പാസ് എടുക്കണം നമുക്ക് അകത്തേക്ക് പോകണമെങ്കിൽ. നമ്മൾ പാസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് പിന്നെ പുറത്തുനിന്നുള്ള ഇത് മാത്രമേ എടുത്തുള്ളൂ. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇത് മെഡിക്കൽ കോളേജ്. മോളെ 4 മണിക്ക് ശേഷം ക്ലാസ് വിടുള്ളൂ. അത് കഴിഞ്ഞ ശേഷം കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഹോസ്പിറ്റലിൽ ഞാനിതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അകത്തൊക്കെ കയറിയതാണ്. ഇത് ഡിസ്പെൻസറി. അപ്പോൾ അതിനകത്ത് ഫൗണ്ടറുടെ കോളേജ് ആയുർവേദ ഹോസ്പിറ്റൽ ഫൗണ്ടറുടെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. ഇതാണ്. പിന്നെ അത് കഴിഞ്ഞ് മോളെയൊക്കെ കണ്ട് മോളോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. 2 ദിവസം എവിടെയും പോയില്ല. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചെന്നൈയിലേക്ക് യാത്ര